മമതാ ബാനർജി ബി ജെ പിക്ക് അകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന് സംശയം. കാരണം അമിത്ഷായെ വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരു പ്രധാനമന്ത്രിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മോദി അമിത്ഷാ ഇങ്ങനൊരു ദ്വയമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുകളിലായിട്ട്. ആ പറഞ്ഞതിലൊരു കുത്തിത്തിരിപ്പ് തന്നെയാണോ? 10 വർഷമല്ല, മോദി അമിത്ഷാ ജോഡി ഏതാണ്ട് 20 ചില്ലുവാനം വർഷമായി. 2001 മുതൽ ഒരു ജോഡിയാണ്. അത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ മോദി തൻ്റെ ആഭ്യന്തരമന്ത്രിയാക്കിയത് അമിത്ഷായാണ്. അപ്പോൾ ഈ ഗുജറാത്ത് കലാപകാലത്തൊക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അമിത്ഷാ തന്നെയാണ് ഗുജറാത്തിൽ. അതേ പവർ സ്ട്രക്ചർ കേന്ദ്രത്തിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കോമ്പിനേഷൻ, ഇപ്പോൾ രാമലക്ഷ്മണന്മാർ എന്ന് പറയുന്നത് പോലെ, ലവകുശന്മാർ എന്ന് പറയുന്നത് പോലെ ഒരു കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനെ സ്വാഭാവികമായി പൊളിച്ചെടുക്കാൻ നല്ലൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഇത് അദ്വാനി വാജ്പേയി കോമ്പിനേഷനും നല്ല ഒന്നാമത്തെ ഒരു കോമ്പിനേഷനാണ്. അദ്വാനിക്ക് ആയിരുന്നു സംഘടനാ ചുമതല. അല്ലെങ്കിൽ ഈ അണികളെ ഉദ്ദീപിപ്പിച്ച് നിർത്തുക, രഥയാത്ര നടത്തി മനസ്സുകളെ ഒരുക്കുക LK ലാൽകൃഷ്ണ അദ്വാനിയുടെ ചുമതലയായിരുന്നു. അദ്ദേഹം ഒരു ഓർഗനൈസേഷണൽ മാനാണ്. അതേസമയം ഒരു ഡെമഗോഗ് എന്ന നിലയിൽ വലിയ യോഗങ്ങളെ അഭിസംബോധന ചെയ്യുക, ബൗദ്ധികമായ ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരിക, ദിശാബോധം കൊണ്ടുവരിക, ഏവരുടെയും മനസ്സിൽ ഇടം നേടുക, അത് വാജ്പേയിയുടെ ഒരു രീതിശാസ്ത്രമായിരുന്നു. ഇത് നല്ലപോലെ ക്ലിക്ക് ആയതുകൊണ്ടാണ് BJPക്ക് ഇന്ത്യയിൽ അടിത്തറയുണ്ടായത്. ആ ഒരു കോമ്പിനേഷൻ. ആ യുഗത്തിന് ശേഷം പിന്നീട് വന്നത് മോദി അമിത്ഷാ ഒരു കാലഘട്ടമാണ്. അതിനെ നേരിട്ട് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പുകളിലെ ഒരു വിജയ സമവാക്യം കൂടിയാണ് അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയും മോദിയുടെ പൊതുവെയുള്ള സ്വീകാര്യതയും ഒരു വികസന നായകൻ എന്ന ഒരു കാഴ്ചപ്പാടും എല്ലാം തന്നെ ഇലക്ടറലി വണ്ടേഴ്സ് സൃഷ്ടിച്ചു BJPക്ക്. സമയാസമയങ്ങളിൽ, കാലാകാലങ്ങളിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹിന്ദി ബെൽറ്റിൽ അത് സാധിച്ചു. ബംഗാൾ വന്നപ്പോഴാണ് അതിനൊരു മാറ്റം ഉണ്ടായത്. ബംഗാളിൽ റാങ്ക് ഔട്ട്സൈഡർ എന്ന സ്റ്റേറ്റസിൽ നിന്നും BJP വെട്ടി അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്ന BJP മമതാ ബാനർജി ഏറെ ഭയപ്പെടുന്നുണ്ട് ആ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതാർ ചോദ്യമാണല്ലോ പലപ്പോഴും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം. മിർ ജാഫർ എന്ന വഞ്ചകൻ, അത് ബംഗാളികൾക്ക് മനസ്സിലാകുന്നതാണ് ആ ചരിത്രം. 12ാം നൂറ്റാണ്ടിൽ സിറാജുദ്ദൗള ബംഗാൾ നവാബായിരുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിന്ന സമയത്ത് സിറാജുദ്ദൗളയുടെ മിലിറ്ററി ജനറൽ ആയിരുന്നു അദ്ദേഹം. ആരാണ്? മിർ ജാഫർ. അദ്ദേഹം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. ഇത് വളരെ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരു ഇടം ലഭിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മെച്ചപ്പെട്ട ഒരു ഹെഡ്വേ ലഭിച്ചതും ആത്യന്തികമായി ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യ എത്താനുള്ള കാരണം സിറാജുദ്ദൗളയുടെ പിന്നിൽ നിന്നുള്ള, സിറാജുദ്ദൗളയെ മിർ ജാഫർ പിന്നിൽ നിന്ന് കുത്തിയതാണ്. ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നോക്കൂ, ആധുനിക കാലത്തെ മിർ ജാഫർ ആകുന്നു അമിത്ഷാ, ജാഗ്രതയി മോദിയോടായി പറയുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ വലിയ ഒരു ചിന്ത ഉള്ളത്. എന്തുകൊണ്ട് ഇത് മമതാ ബാനർജി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു? എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്. യു ക്യാൻ കൺഫ്രണ്ട് ആൻ എനിമി ഹെഡ് ഓൺ. നേരിട്ട് ഒരു ശത്രുവിനെ, അല്ലെങ്കിൽ പ്രതിയോഗി, ശത്രു എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, പ്രതിയോഗികൾ മാത്രമേ ഉള്ളൂ. പ്രതിയോഗിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതിയോഗിയുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. അൺലീഷിങ് കാറ്റ് എമംഗ് ദ പിജിയൻസ് ഒരു പോളിസിയാണ്. അങ്ങനെയെങ്കിൽ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാനാവാത്തൊരു കാലമല്ലേ. അപ്പോൾ തന്നോടൊപ്പം നിഴലായി തുടരുന്ന അമിത്ഷാ തനിക്കെതിരെ തിരിയുമോ? പിന്നിൽ നിന്ന് ബാഹുബലിയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ സമാനമായ രീതിയിൽ അമിത്ഷാ സമയം വരുമ്പോൾ പാലം വലിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുമോ? മോദിയുടെ മനസ്സിലുള്ള ആശയക്കുഴപ്പം കൊണ്ടുവരാൻ പലയാവർത്തി പലരും ശ്രമിച്ചിട്ടുണ്ട്. കേജ്രിവാൾ ശ്രമിച്ചു. 75 വയസ്സാകുമ്പോൾ മോദിയെ മാറ്റി അമിത്ഷാ അവിടെ കയറിയിരിക്കും. 75ന്റെ ആ ഒരു സമയം കഴിഞ്ഞു. ഇത് രണ്ടും ആഭ്യന്തര കാര്യമല്ലേ, BJPക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അത് മറ്റൊരു പാർട്ടിക്ക് എന്ത് കാര്യം? അപ്പൊ നേരിട്ട് പരാജയപ്പെടുത്താനാവാതെ വരുമ്പോൾ ആത്മവിശ്വാസം, പ്രതിയോഗിയുടെ ഏത് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രമല്ലേ അത്? പ്രതിയോഗിയുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. മഹാഭാരത യുദ്ധത്തിൽ അത് കണ്ടില്ലേ? എത്ര ആവർത്തി അത് കണ്ടു ഇല്ലേ? അധാർമികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ധർമ്മയുദ്ധത്തിൽ അധർമ്മം പല ആവർത്തി വിജയം നേടുന്നതും ആത്യന്തികമായി ധർമ്മത്തിന്റെ വിജയമാണ്. ഇപ്പൊ ഇതെല്ലാം
ചേർത്ത് വായിക്കുമ്പോൾ മമതാ ബാനർജി ഉപയോഗിച്ച ഒരു തന്ത്രം അരവിന്ദ് കെജ്രിവാൾ പയറ്റി തൽക്കാലത്തേക്ക് തെളിഞ്ഞു എന്ന് തോന്നിയ ഒരു തന്ത്രം ആത്യന്തികമായി അത് വേശിയില്ല. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി അധികാരം നഷ്ടപ്പെട്ടു അല്ലേ? അരവിന്ദ് കെജ്രിവാളിന്റെ കേസുകൾ ഇപ്പോഴും കെജ്രിവാളിനെ പിന്തുടരുന്നു. സമാനമായി മമതാ ബാനർജിക്ക് ഒരു സിറാജ് ദൗളയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബംഗാളിന്റെ മനസാക്ഷി ഉണരും. അതുകൊണ്ടാണ് അമിത്ഷായെ സൂക്ഷിക്കണം. അപ്പോഴെന്താ എനിക്കൊരു സംശയമുണ്ട്, അപ്പൊ മോദിയെ കുറ്റവിമുക്തനാക്കിയോ? അതൊരു ചോദ്യമല്ലേ? താങ്കൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ താങ്കൾ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു താങ്കളുടെ മുഖം എന്ന് പറയുക. മോദിയോടൊരു മോദിയോടൊരു മമതയും ബഹുമാനവും, അതോ മോദി ഇനി ഈ 4 വർഷം കൂടെ കഴിഞ്ഞാൽ മോദി അങ്ങ് പൊയ്ക്കോളും, പിന്നീട് എങ്കിലും തിരിച്ചു പിടിക്കാം എന്നതാണോ? അപ്പൊ ദുരൂഹമാണ് മമതാ ബാനർജിയുടെ വാക്കുകൾ. ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ മമത ഇത് പറയുന്നത്, അതോ ഇതിന് പുറത്ത് നിന്നുകൊണ്ടാണോ? ഇന്ത്യ മുന്നണി അതേക്കുറിച്ച് മമതയും കേജ്രിവാളും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുകയല്ലായിരുന്നു. ഇത് ചോർ അവിടെയും കൂർ ഇവിടെയും എന്നൊക്കെ, അല്ലെ തിരിച്ചും ചോർ ഇവിടെയും കൂർ അവിടെയും, എപ്പോഴും മാറിയും മറിഞ്ഞും ഒക്കെ ചിന്തിക്കുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് ഘടകകക്ഷികളുടെ പലപ്പോഴും ഉള്ള മനോനിലയാണ്. അത് നിതീഷ് കുമാറിന്റെ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം വിശ്വസിക്കാം ബി ജെ പിക്ക് നിതീഷ് കുമാറിനെ, മമതാ ബാനർജി എത്രത്തോളം വിശ്വസിക്കാം ഇന്ത്യ മുന്നണിക്ക്, അല്ലേ? കേജ്രിവാൾ സ്വന്തം സാമ്രാജ്യം വിപുലപ്പെടുത്താനേ ശ്രമിക്കൂ, ഒരിക്കൽ പോലും ഇന്ത്യ മുന്നണി എന്ന സ്പിരിറ്റിലേക്ക് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ഘടകകക്ഷികൾ മാത്രമേ ഇന്ത്യ മുന്നണിയിൽ പൂർണ്ണമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഘടകകക്ഷികളുള്ളൂ. അവിടെയാണ്. അപ്പം അവിടെ ഇൻറ്റിഗ്രേഷൻ എഫക്റ്റ് വളരെ കുറവാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. പിന്നെ വേറൊരു പ്ലോട്ട് കൊണ്ടുണ്ട്. മോദിയെയും അമിത്ഷായെയും കോൺഗ്രസ് എതിർക്കുന്നതിനേക്കാൾ ആർജവത്തോടു കൂടി എടുക്കുന്നത് താനാണ്. ഇപ്പോൾ പറയുന്നു വോട്ട് ചോരി, രാഹുൽ ഗാന്ധിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണല്ലോ വോട്ട് ചോരി യാത്രയും വോട്ട് അധികാർ യാത്രയും. ഈ വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൾമുനയിൽ നിർത്തി. ഇപ്പോൾ ഇതാ ബംഗാളിലെ വോട്ടർ പട്ടിക സമഗ്ര ഇന്റൻസീവ് റിവിഷൻ ബീഹാറിലെ പോലെ. അപ്പൊ പുറത്താകുന്ന വലിയൊരു നമ്പർ വോട്ടർമാർ മമതാ ബാനർജിക്ക് ജയ് വിളിക്കുന്നവരാണ് എന്ന് അറിയാമല്ലോ. അത് മമതാ ബാനർജിക്ക് മറ്റാരേക്കാൾ നന്നായി അറിയാമല്ലോ. അപ്പോൾ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നേടിയെടുത്തവരുമായ ആളുകൾ ബീഹാറിനേക്കാൾ കൂടുതൽ ആളുകൾ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബെഡ് റോക്ക് അല്ലെങ്കിൽ അടിസ്ഥാന വോട്ട്. അതിലേക്കാണ് ഈ സമഗ്ര റിവിഷൻ വരുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിൽ കാലിടറാൻ സാധ്യതയുണ്ട്. ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കണം. ബീഹാർ കഴിഞ്ഞാൽ പിന്നെ ബംഗാളാണ്. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആസാം, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആസാമിൽ പോലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുണ്ട്. ബംഗാളിൽ അവശേഷിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഒറ്റപ്പെട്ട മമതയിലൂടെയാണെങ്കിൽ പോലും കോൺഗ്രസിന് വലിയ സാധ്യതയൊന്നുമില്ല, ഇടതുപക്ഷത്തിനും സാധ്യതയില്ല. മമതയിലൂടെയാണെങ്കിലും BJP വിരുദ്ധ ഒരു കൂട്ടുകെട്ട് അതിന് സാധ്യതയുണ്ട്. അവിടെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കാരം ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് പെർമനന്റ് ആയിട്ട് മെറിറ്റം കൊടുക്കണ്ട, താനും അതിൽ പങ്കാളിയാണ്, ഈ ഫൈറ്റിൽ താനും ചേരുന്നു. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ. കാരണം അമിത്ഷായ്ക്കെതിരെ പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി തങ്ങൾക്ക് വേണ്ടി സമാഹരിക്കപ്പെടും എന്ന ചിന്തയാണ്. അത് ഏതൊരു രാഷ്ട്രീയ നേതാവും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജിയും പറഞ്ഞത്. പക്ഷേ ഇത് അവസരത്തിലാണോ പറയുന്നത്? ആയുധങ്ങളെല്ലാം ആവനാഴിയിൽ അവസാനിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വ്യക്തിയെ ചൂണ്ടിക്കാട്ടി പറയുന്നത്? ഈ ബീഹാർ ബംഗാളിലെ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ മമതയ്ക്ക് സംശയമുണ്ട്. ഇതിനകത്ത് കയറി ബീഹാറിലെ പോലെ സമഗ്ര വോട്ടർ 69 ലക്ഷം പേര് ബീഹാറിൽ പുറത്തായാൽ അതിനേക്കാൾ കൂടുതൽ പേര് ബംഗാളിൽ പുറത്താകാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അമിത്ഷാ ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് തടയിടാൻ പറ്റത്തില്ലല്ലോ. പറഞ്ഞു വരുന്നത് ഇലക്ഷൻ കമ്മീഷനെ ഡിഫാക്ടോ നിയന്ത്രിക്കുന്നത് അമിത്ഷാ എന്ന കുശാഗ്ര ബുദ്ധിയുള്ള ആഭ്യന്തരമന്ത്രിയാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം മോദിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല, തനിക്ക് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു പ്രതീതി ജനിക്കുന്നത് വഴി മോദിയുടെ ആത്മവീര്യം, BJPയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്ന ഒരു കുൽസിത ചിന്ത. അതാണ് മമതാ ബാനർജിയെ കൊണ്ട് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാൾ ഈ ഏജിന്റെ കാര്യത്തിനകത്ത് ഒരു വെല്ലുവിളി ഉയർത്തി നോക്കി. പക്ഷെ അതെങ്ങും അല്ലാതായി പോവുകയും ചെയ്തു. അതുപോലെ നിഷ്പ്രഭമായി പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പോലെ, ഡാം സ്ക്വിബ് എന്നെല്ലാം പറയുന്നത് പോലെ, ഫ്ലാറ്റൻ ടു ഡിസീവ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഇതൊക്കെ ഒരു തൽക്കാലത്തേക്ക് ഒരു 75 വയസ്സ് മാജിക് നമ്പറാണ്. ഇതാ അമിത്ഷാ കയറി ഇരിക്കാൻ പോകുന്നു. അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കും. മോദി നാടകീയമായി 75ാം ജന്മദിനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി വനവാസത്തിന് പോകും. ഇതെല്ലാം മോഹമായി തന്നെ അവശേഷിക്കുന്നു. പിന്നെ മോഹൻ ഭാഗവത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ RSS സർ സംഘ് ചാലക്
പറഞ്ഞ കാര്യം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവിടെയും മോഹൻ ഭഗവത് ഇതാ മോദിയുടെ പുറത്തേക്കുള്ള വഴി, താനും പുറത്തു പോകും മോദിയും പുറത്തു പോകും. രണ്ടുപേരും 75 കഴിഞ്ഞു, രണ്ടുപേരും അതത് കസേരകളിൽ ഫേംലി സീറ്റഡ് ആണിപ്പോൾ. ഈ ബീഹാറിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് നോട്ടം ബംഗാളുണ്ട്. ബംഗാൾ ആണ്ടാണ്ട് അടുത്ത് നിൽക്കുകയാണ്. ഇവർ തമ്മിൽ മാത്രമാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെയാണ് മമത ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് BJPക്ക് ബാലികേറാമലയായി നിൽക്കുന്നത്. ഒന്ന് തമിഴ്നാട് സമീപ ഭാവിയിൽ അത് സാധ്യമാവില്ല. ഒരു BJP സമയമെടുക്കും, അതിന് സമയമെടുക്കും. കേരളവും തമിഴ്നാടും ഒക്കെ അതിന് സമയമെടുക്കും. അത് ഇപ്പോഴും അതിനുള്ള സമയമായിട്ടില്ല. എന്നാൽ ബംഗാളിൻ്റെതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു സൂചനയാണെങ്കിൽ മെച്ചപ്പെട്ടൊരു പ്രകടനം. പക്ഷേ അത് സംഭവിച്ചില്ല. മമതാ ബാനർജിയുടെ തേരോട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് എന്ന് BJP കരുതുന്നു. അതുകൊണ്ടാണ് ഗൗരവത്തോടു കൂടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ മമതയെ തടയാവുന്ന ഒന്നാന്തരം മാർഗമാണ് മമതയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വ്യാജ വോട്ടുകൾ. അതിൽ പിടിമുറുക്കുക. അതാണ് BJPക്ക് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന്. അതുപോലെ ഗുണ്ടാകളെ ഒരുമിച്ച് നിർത്തിയാണല്ലോ എക്കാലത്തും ബംഗാളിൽ ഗുണ്ടാകൾ ഏത് പാർട്ടിയോടൊപ്പം കൂടുതൽ നിൽക്കുന്നോ അവർ ജയിച്ചു വരും. ഇടതുപക്ഷത്തോടൊപ്പം നിന്നു. വൻതോതിലുള്ള ഹൂളിഗൻ ലംപൻ എലിമെന്റ്സ് ഇടതുപക്ഷത്തിന് ദീർഘാഴ്ച പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നു. അതിനുശേഷം ഇതേ ആളുകൾ തന്നെയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ ബാൻഡ് വാഗണിലേക്ക് ചാടിക്കയറിയത്. അവർ വാഴുന്നു. കുറച്ച് പേര് ഇപ്പോൾ BJPയോടൊപ്പം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അടിയും തിരിച്ചടിയും തന്നെയാണ്. ആ രീതിയിലാണ്. കേരളം കാണുന്ന പോലെ അല്ല, കേരളത്തെ പോലെ അല്ലല്ലോ ബംഗാളിലെ സാഹചര്യം. പക്ഷേ അവിടെയും പൂർണ്ണമായി അട്ടിമറിക്കപ്പെടാൻ, തെരഞ്ഞെടുപ്പിന്റെ ഫലം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ അട്ടിമറിക്കപ്പെടുന്നു. അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അമിത്ഷായാണ്. മോദിക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം അമിത്ഷായുടെ തടവിലാണ്, അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ്. അദ്ദേഹം ഒന്നും പറയാൻ പോകാതെ വിട്ടുപോയിരിക്കുകയാണ്. ഈ ഒരു നറേറ്റീവ് വ്യാജമായ നറേറ്റീവാണ്. അതായത് അവിടെ എങ്ങനെയല്ല, ഇതുവരെ അമിത്ഷായുടെ ഭാഗത്ത് മോദിയോട് വിശ്വാസവഞ്ചന കാട്ടിയതായ ഒരു സൂചനയും ഇപ്പോഴില്ല. അമിത്ഷായുടെ പ്രവൃത്തികളെ എതിർക്കുന്നവരുണ്ടാകാം, അംഗീകരിക്കുന്നവരുണ്ടാകാം, അത് മറ്റൊരു കാര്യം. പക്ഷെ മോദിയോട് അമിത്ഷാ വിശ്വാസവഞ്ചന കാട്ടി എന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് ഒരു സ്ഥിതിവിവരക്കണക്കുകളും നിർത്താനാവാതെ ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്, നേട്ടം എന്ന അജണ്ട മാത്രമാണുള്ളത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.